നമസ്കാരം. ലോകമെമ്പാടുമുള്ള സനാതന വിശ്വാസികളുടെ വിശ്വാസമായ മഹാകുംഭമേളയെ അവഹേളിച്ച കേരള ഫുട്ബോൾ താരം CK വിനീതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. 57 കോടി ജനങ്ങളുടെ വിശ്വാസത്തെയാണ് വിനീത് തള്ളി പറഞ്ഞിരിക്കുന്നത്. ജയസൂര്യ, ISRO ചെയർമാൻ സുരേഷ് ഗോപി, RP സിംഗ്, വിക്കി കൗശൽ, ഹേമ മാലിനി, മധു ബാലകൃഷ്ണൻ, സുപ്രിയ മേനോൻ, നിത്യ മേനോൻ എന്നിവർക്കൊന്നുമില്ലാത്ത 57 കോടി ജനങ്ങൾ സ്നാനം ചെയ്ത കുംഭമേളയിൽ ആർക്കും വരാത്ത ചൊറിച്ചിൽ CK വിനീതിന് ഒരു പ്രത്യേകതരം ചൊറിച്ചിൽ വരണമെങ്കിൽ ആ ചൊറിച്ചിൽ ഒരു വ്യക്തിയെയും ഒരു സ്ഥാപനത്തെയും അതായത് ഒരു പ്രസ്ഥാനത്തെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് മറ്റാരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി CK വിനീത് കരുതിക്കൂട്ടി ചെയ്ത ഒരു വൃത്തികേട്. കുംഭമേള വെറും ആൾക്കൂട്ടം മാത്രമാണെന്നും ചൊറിച്ചിൽ വരുത്താൻ താല്പര്യമില്ലാത്തതിനാൽ കുംഭമേള സന്ദർശിച്ചപ്പോൾ കുളിക്കാൻ ഇറങ്ങിയില്ല എന്നായിരുന്നു വിനീതിന്റെ വാക്കുകൾ. മാതൃഭൂമി അക്ഷരോത്സവത്തിലായിരുന്നു പരാമർശം. എങ്ങനെ കുംഭമേളയെ ചെറുതായി കാണിക്കാം, എങ്ങനെ തകർക്കാം എന്നതിനെക്കുറിച്ച് വലിയൊരു ഗവേഷണം നടത്തുന്ന ഒരു ഇടതുപക്ഷ ചാനലാണ് മാതൃഭൂമി. നേരത്തെ തിരുവനന്തപുരത്തെ അക്കൗണ്ട് ജനറൽ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന വിനീതിനെ ജോലിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പുറത്താക്കിയിരുന്നു. കാരണം തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്തതിനെ തുടർന്നാണ് വിനീതിനെ AG's ഓഫീസിൽ നിന്നും പുറത്താക്കിയത്. വിനീതിന്റെ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു നൽകാൻ സാധ്യമല്ല എന്ന് കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ വിനീതിന് സംസ്ഥാന സർക്കാർ ജോലി നൽകിയിരുന്നു. അതിനുശേഷം മോദി സർക്കാരിനെ കുറ്റം പറയാനുള്ള ഒരു സാഹചര്യവും വിനീത് ഒഴിവാക്കിയില്ല. അതിന്റെ ഭാഗമായാണ് ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചതും. നിരവധി പേരാണ് വിനീതിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാർ ജോലി ഉണ്ടായിട്ടും അതിന് കൃത്യമായി പോകാതെ മുങ്ങി നടന്നതിന്റെ പേരിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ ചൊറി ചേട്ടന് ഇതുവരെ മാറിയിട്ടില്ല. അഭയം കൊടുത്ത ഭൂതനെ പാടിപ്പുകഴ്ത്താൻ ചേട്ടന് മടിയുമില്ല. എന്തായാലും ഭൂതന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആമേൻഷൻ തോടിനെ കുറിച്ച് ചേട്ടനൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ചേട്ടൻ പറഞ്ഞ മാതിരി വെള്ളത്തിൽ മുങ്ങി ചൊറി പിടിക്കുകയല്ല. ജീവൻ നഷ്ടപ്പെട്ട മലയാളിയുണ്ട് ചേട്ടാ ഇവിടെ. പേര് ജോയ് എന്നാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കുംഭമേള വലിയ സംഭവമാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിരുന്ന വിനീതാണ് ഇപ്പോൾ മാറ്റി പറയുന്നത്. കുംഭമേള ഒരു വലിയ സംഭവമൊന്നുമല്ല, വെറും ആൾക്കൂട്ടം മാത്രമാണെന്ന് വിശ്വാസമുള്ളവർക്ക് അവിടെ പോയി വേണമെങ്കിൽ അമൃതസ്നാനം ചെയ്യാം. അങ്ങനെയാണ് വിനീത് പറഞ്ഞത്. അല്ലാതെ വേറൊന്നും അവിടെ ചെയ്യാനില്ല എന്നും കുംഭമേള അമൃതസ്നാനമാണെന്ന് പോലും അറിയാത്ത ഇദ്ദേഹമാണ് മാതൃഭൂമി അക്ഷരോത്സവത്തിൽ പ്രസംഗിക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്നത് കുംഭമേളയാണ്. അവിടെ അമൃതസ്നാനമാണ് എന്നൊന്നും അറിയാതെ വിനീത് അവിടെ കുംഭമേളയിൽ ഫുട്ബോൾ കളിക്കാനാണോ ഇവിടുന്ന് പോയത് എന്നൊരു സംശയം ഉണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.